തീർച്ചയായും ഇത് അവഗണിച്ചാൽ അവസാനിക്കുന്ന ഒന്നല്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളും വർഗീയ നിലപാടുകളും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന വർഗീയ പ്രോജക്റ്റും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനെ അവഗണിക്കുക എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അതിന് രണ്ട് മാനങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. സാമുദായിക വിഷയങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെതിരെ വരുന്ന വിമർശനങ്ങൾ അത് നേരിടുന്ന രീതിയല്ല ഇപ്പോഴും ഒരു മത നിരപേക്ഷത അല്ലെങ്കിൽ മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതങ്ങളും സമുദായങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വരാൻ പാടില്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ട് ആണ്. അതിൻ്റെ ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൻ്റെ ഒരു ഏറ്റവും ശക്തനായ ഒരു പ്രതീകവും ഒരു വക്താവും തന്നെയാണ്. രണ്ടാമത്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം തന്നെയും അത് നിലനിൽക്കുന്നത് വർഗീയ വിരുദ്ധതയിലാണ്, സാമുദായിക സൗഹാർദ്ദത്തിലാണ്. അത് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലൂടെ മാത്രമാണ് അതിന് നിലനിൽക്കാൻ കഴിയുക. വേണമെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെതിരെ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന് രംഗത്ത് വരാവുന്നതേ ഉള്ളൂ. അതാണ് എന്താണ് പറയുക, ഒരു സാമുദായികമായ ധ്രുവീകരണമാണ്, അതിലൂടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങളാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നതിൽ. തീർച്ചയായും അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾ രംഗത്ത് വരേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല വന്നിട്ടുള്ളത്. അതിന് പകരം അതിനെ അവഗണിക്കുക എന്ന് പറയുന്നത് ഈ സാമുദായിക രാഷ്ട്രീയം എന്ന നിലപാട് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു നിമിഷം ശ്രീ ഹനീഫ്, അതായത് അവഗണിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശരിയാണ്, ഏറ്റുമുട്ടലിന് പോകേണ്ടതില്ല, അത് സ്ഥിതി വഷളാക്കും, നല്ല നിലപാടാണ്. പക്ഷേ തീർത്തും അവഗണിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് ശരിയാണെന്ന് ചിലർക്കെങ്കിലും തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകില്ലേ? മുസ്ലിം ലീഗിന് സ്വന്തം നിലപാടുകൾ വ്യക്തമായി പറയാനും അത് പ്രചരിപ്പിക്കാനും, ഇങ്ങനെയല്ല വെള്ളാപ്പള്ളി പറയുന്നത് പോലെ അല്ല മുസ്ലിം ലീഗ് എന്ന് തെളിയിക്കാനുമുള്ള ഒരവസരമായി ഇതിനെ കണ്ടുകൂടെ? തീർച്ചയായും ആ അവസരങ്ങൾ അത് വിനിയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്താ പറയുക, വസ്തുതാപരമായ വിമർശനം, വസ്തുതാപരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഡിബേറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും മുസ്ലിം ലീഗിൻ്റെ സാധാരണ നേതാക്കളും ഒക്കെ ആയ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നു. വസ്തുതകൾ എന്താണെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ മലബാറിലോ SNDPക്ക് സ്ഥാപനങ്ങളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പട്ടിക നിരത്തിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വർഗീയമായ പരാമർശങ്ങളോട് വിപരീത തലത്തിൽ നിന്നുകൊണ്ട്, വിരുദ്ധ ധ്രുവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഞങ്ങളില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനർത്ഥം ഞങ്ങൾ ഈ ചർച്ചയിലേ ഇല്ല, ഈ സംവാദത്തിലേ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നല്ല. ആ സംവാദത്തിൽ തീർച്ചയായും പങ്കെടുക്കുന്നുണ്ട്. ആ സംവാദത്തിൽ മുസ്ലിം ലീഗ് പങ്കെടുത്തതിൻ്റെ കൂടി പ്രതിഫലനമാണ്